അമ്മ ഒരു നല്ല ക്രീമി ചിക്കൻ കറി ഉണ്ടാക്കണ ചപ്പാത്തി വെച്ചിട്ട്. അപ്പോൾ വാ നോക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി കഴിയുമ്പോൾ 2 കറുവാപ്പട്ട, 2 ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ, കുരുമുളക്, ബേ ലീഫ്, ജീരകം അതിട്ട് കൊടുക്കണം. അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴേക്കും ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ സവാള, ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, ഓണിയൻ അതിട്ട് കൊടുക്കുക. അതൊന്ന് പച്ചമണം മാറട്ടെ, നല്ലോണം ഇളക്കി കൊടുക്കണം. അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലോണം അരച്ച് വെച്ച മഷ്മൂല അരച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം, 2 സ്പൂൺ. അത് ഒന്ന് ഇളക്കി ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കനാണ്, അതെടുത്ത് വയ്ക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക്. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കി ചിക്കനിൽ മസാല പിടിക്കട്ടെ. അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുക. അടുക്കി പിടിക്കാതെ നോക്കണം. ഇതൊന്ന് കുക്കായി കഴിയുമ്പോഴേക്കും അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കണം. ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതെ നോക്കണം. നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടില്ല. അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച കാഷ്യൂ പേസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 10 കാഷ്യൂ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കട്ട് ചെയ്ത ഗ്രീൻ ചില്ലി ഈ ടൈമിലിട്ടാൽ അത് കറക്റ്റ് ഗ്രീൻ കളറിൽ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അത് വെന്ത് ഉടഞ്ഞ് അതിൽ ജോയിൻ ആകും. ഒന്നുകൂടി ചൂടാക്കിയെടുക്കാൻ മൂടി വയ്ക്കുക. ഓക്കെ, ഒരുവിധം അതിൻ്റെ തിക്നെസ് എല്ലാം പാകമായിട്ടുണ്ട്. ചിക്കൻ വെന്തു. നമുക്കിതിലോട്ട് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. കുറച്ചധികം ഇട്ടാലും കുഴപ്പമില്ല, ഒരു മേത്തി ചിക്കൻ ഫ്ലേവറൊക്കെ വരും ഇതിൽ. ഇളക്കി കൊടുക്കാം. ചൂടോടെ നല്ല ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം.